വിഷൻ വർക്കല 2020 നടത്തിപ്പിനായി ഒരു SPV സ്ഥാപിക്കുമെന്ന് 2011-2012 ബഡ്ജറ്റിൽ പ്രഖ്യാപനമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ SPV ഒരു കമ്പനിയായി രൂപീകരിക്കാനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാനും തീരുമാനമായതായി വർക്കല കഹാർ MLA അറിയിച്ചു. വർക്കലയ്ക്ക് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ റെയിൽവേസിന് കീഴിലുള്ള റൈറ്റ്സിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. റൈറ്റ്സ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ആവശ്യമായ രൂപരേഖ SPVക്ക് സമർപ്പിച്ചിട്ടുണ്ട്. മറ്റു പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണെന്ന് MLA അറിയിച്ചു. വർക്കലയ്ക്ക് വേണ്ടി സമഗ്രമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക, അതിന് റൈറ്റ്സ് എന്ന റെയിൽവേയുടെ കീഴിലുള്ള ഒരു ഗ്ലോബൽ കൺസൾട്ടൻസിയെ ചുമതലപ്പെടുത്താനാണ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വർക്കല മൈതാനത്തിന്റെ ഈ ശിവഗിരിയുടെയും വർക്കലയുടെയും ഒക്കെ ഒരിടത്താവളം എന്നുള്ള നിലയിൽ വർക്കല മൈതാനം അതിന്റെ രൂപവും ഭാവവും മാറ്റേണ്ടതുണ്ട്, അതിന്റെ മുഖച്ഛായ മാറ്റേണ്ടതുണ്ട്. അതിന് പാലിക ബജാർ മോഡലിൽ മാതൃകയിലുള്ള രണ്ടു വശവും നല്ല വീതിയുള്ള റോഡും പാർക്കിംഗ് സൗകര്യങ്ങളും ഒക്കെയായുള്ള ഒരു പദ്ധതിക്ക് രൂപം നൽകുകയാണ്. വർക്കല മിനി സിവിൽ സ്റ്റേഷൻ, പള്ളിക്കൽ ഓഫീസ് കോംപ്ലക്സ്, മടവൂർ ഓഫീസ് കോംപ്ലക്സ്, അയൂർ പോലീസ് സ്റ്റേഷൻ എന്നിവയുടെ എസ്റ്റിമേറ്റ് ഭരണാനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ട്. വർക്കലയുടെയും അനുബന്ധ പ്രദേശങ്ങളിലെയും ടൂറിസം വികസനവും കാര്യമായി തന്നെ പരിഗണിക്കുകയാണ്. ശിവഗിരി കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ ആവശ്യമായ തുക ശിവഗിരി മഠം ആവശ്യപ്പെടുന്ന മുറയ്ക്ക് നൽകും. ചിലക്കൂർ മിനി ഫിഷിംഗ് ഹാർബറിന്റെ പ്രാഥമികഘട്ട പ്രവർത്തനങ്ങളും പൂർത്തിയായി വരുന്നു. റോഡ് വികസനം, കുടിവെള്ള വിതരണ പദ്ധതികൾ എന്നിവയ്ക്ക് ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടന്നുവരുന്നു. വർക്കല താലൂക്ക് ആശുപത്രിയുടെ നില കൂടുതൽ മെച്ചപ്പെടുത്തും. മിനി സിവിൽ സ്റ്റേഷൻ വർക്കല, ഓഫീസ് കോംപ്ലക്സ് മടവൂർ, ഓഫീസ് കോംപ്ലക്സ് പള്ളിക്കൽ, ഇത് ബഡ്ജറ്റിലെ പ്രപ്പോസലുകളിൽ ഉള്ളതാണ്. ആയതിന്റെ ഭരണാനുമതിക്ക് വേണ്ടിയുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുടൻ ലഭിക്കും. വർക്കലയുടെ ടൂറിസത്തിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്ന ഹെലിപാഡ്, അതിന്റെ വികസനത്തിനായി സർക്കാർ 1.5 കോടി രൂപ ഉള്ളൊരു പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചു. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, കാപ്പിലത്തെ ബോട്ട് ക്ലബിന്റെ വികസനവും വാട്ടർ സ്പോർട്സ് കോംപ്ലക്സിനുമായി 5 കോടി രൂപ ലഭിക്കും. ഈ വർഷത്തെ MLA ഫണ്ടിൽ 1 കോടിയിൽ 90 ലക്ഷം രൂപയും വിദ്യാഭ്യാസ മേഖലയ്ക്കായാണ് ചിലവഴിച്ചതെന്ന് വർക്കല കഹാർ MLA പറഞ്ഞു. ACB ന്യൂസ്, വർക്കല.